ആണവ പ്രശ്നത്തിനുള്ള പരിഹാരമായി സമുദ്രത്തിൽ നിക്ഷേപിക്കുന്നത് സുരക്ഷിതമായി കണ്ടിരുന്ന കഴിഞ്ഞ ദശകങ്ങളുടെ ഒരു നിഴലായി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ 2 ലക്ഷത്തിലധികം റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ നിറച്ച ബാരലുകൾ ചിതറിക്കിടക്കുകയാണ്. ഇപ്പോൾ ഫ്രഞ്ച് ഗവേഷകരുടെ ഒരു ധീരസംഘം ഈ ബാരലുകൾ കണ്ടെത്തുന്നതിനുള്ള ഒരു അഭൂതപൂർവമായ ദൗത്യം ആരംഭിച്ചിരിക്കുകയാണ്. ഇവയുടെ കൃത്യമായ സ്ഥാനങ്ങളും സമുദ്ര ആവാസ വ്യവസ്ഥയിൽ അവ ചെലുത്തിയ സ്വാധീനവും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവ. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ആണവ സാങ്കേതിക വിദ്യ അതിവേഗം വികസിച്ചതോടെ റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് ഒരു അടിയന്തര വെല്ലുവിളിയായി മാറി. 1946 മുതൽ 90 വരെ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ നിറച്ചതും ആസ്ഫാസ്റ്റിലും കോൺക്രീറ്റിലും അടച്ചതുമായ ഏകദേശം 2 ലക്ഷം ബാരലുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ തള്ളിയിട്ടുണ്ട്. ഈ ബാരലുകൾ ഉപരിതലത്തിൽ നിന്ന് ആയിരക്കണക്കിന് അടി താഴെ ഏകദേശം 13,000 അടി ആഴത്തിലും നൂറുകണക്കിന് മൈലുകൾ കടൽ തീരത്തുള്ള സമുദ്ര കിടങ്ങുകളിൽ സ്ഥിതി ചെയ്യുകയാണ്. അക്കാലത്ത് ഈ ആഴക്കടൽ പരിസ്ഥിതികൾ നിർജീവവും ഒറ്റപ്പെട്ടതുമാണെന്നും മാലിന്യങ്ങൾ അപകടമില്ലാതെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം മാത്രമുള്ളതാണ് എന്നും അന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നു. എന്നാൽ പതിറ്റാണ്ടുകളായി ഈ ബാരലുകൾ കേടുകൂടാതെ ഇരിക്കുമോ അതോ ചുറ്റുമുള്ള വെള്ളത്തിലേക്കും സമുദ്ര ജീവികളിലേക്കും ദോഷകരമായ വസ്തുക്കൾ ചേരാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ആശങ്കകൾ വർദ്ധിച്ചിട്ടുണ്ട്. 1990 ലണ്ടൻ കൺവെൻഷൻ പ്രകാരം റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ സമുദ്രത്തിൽ തള്ളുന്നത് നിരോധിച്ചിരുന്നുവെങ്കിലും ബാരലുകൾ വീണ്ടെടുക്കുന്നതിനോ പൂർണ്ണമായി വിലയിരുത്തുന്നതിനോ ഒരു ശ്രമവും നടത്തിയിട്ടില്ല ഇതുവരെ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് 3355 ബാരൽ റേഡിയോ ആക്റ്റീവ് മാലിന്യം ശാസ്ത്രജ്ഞരുടെ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫ്രാൻസിൽ നിന്ന് നൂറുകണക്കിന് മൈലുകൾ അകലെ ഉൾക്കടലിൽ 13,000 അടി താഴ്ചയിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത്. കടലിന്റെ അടിത്തട്ടിൽ ചിതറിക്കിടക്കുന്ന ആണവ മാലിന്യങ്ങൾ നിറച്ച യഥാർത്ഥ ബാരലുകളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത്. 1946 1990 ഇടയിൽ കരയിലെ മനുഷ്യർ സുരക്ഷിതമായി ഇരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് എന്ന് കരുതിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ 2 ലക്ഷത്തിലധികം ബാരലുകൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞത്. ആണവ സുരക്ഷയും മാലിന്യ സംസ്കരണവും ഉറപ്പാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന 34 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സ്ഥാപനമായ ന്യൂക്ലിയർ എനർജി ഏജൻസിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. എന്നാൽ ഈ മാലിന്യങ്ങൾ ഭക്ഷ്യ ശൃംഖലയിലൂടെ മനുഷ്യരിലേക്ക് എത്തുമോ എന്ന ആശങ്കയാണ് നിലവിലുള്ളത്. ഈ ബാരലുകളിലുള്ള റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ സമുദ്രജീവികൾ ആഗിരണം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും തുടർന്ന് സമുദ്രജീവികളിലേക്കും അവയെ ഭക്ഷിക്കുന്ന മനുഷ്യരിലേക്കും പ്രവേശിക്കുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ബാരലുകൾക്ക് അതിനുള്ളിലെ കണ്ടന്റുകൾ എന്നേക്കുമായി നിലനിർത്താൻ കഴിയില്ല. അന്ന് മനുഷ്യരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഇവ കടലിൽ നിക്ഷേപിച്ചതെങ്കിലും ബാരലുകൾക്ക് അതിനുള്ളിലെ വസ്തുക്കളെ എല്ലാ കാലവും തടഞ്ഞുവെക്കാൻ കഴിയില്ല എന്നതാണ് അപകടകരമായ സാഹചര്യത്തിന് സാധ്യതയൊരുക്കുന്നത്. ബാരലുകളുടെ കാലാവധി 20 മുതൽ 26 വർഷം വരെയാണ്. എന്നാൽ ഈ സമയം കഴിഞ്ഞതിനാൽ ഇനി എന്താണ് ബാരലുകൾക്ക് സംഭവിക്കുമെന്നത് മനസ്സിലാക്കാനുള്ള ദൗത്യത്തിലാണ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ. ആദ്യഘട്ടത്തിൽ അബിസൽ സമതലങ്ങൾക്ക് മാപ്പ് ചെയ്യാൻ ഇവർ സോണാർ, ഓട്ടോമോണസ് അണ്ടർവാട്ടർ റോബോട്ടിക് ലൂയിക്സ് എന്നിവ ഉപയോഗിച്ചു. ഈ ബാരലുകളിലെ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളിൽ ഭൂരിഭാഗവും ദുർബലമാണ് എന്നും സമുദ്രത്തിനുള്ളിൽ ആഴത്തിലായതിനാൽ മനുഷ്യർക്ക് ഉടനടി അപകടം ഉണ്ടാകില്ല എന്നും കണ്ടെത്തി. സമുദ്രജീവികളെ മലിനമാക്കുന്നതും ഭക്ഷ്യശൃംഖലയിൽ പ്രവേശിക്കുന്നതും ഉൾപ്പെടെയുള്ള ദീർഘകാല പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുണ്ട്. ബാരലുകളിലെ 1/3 പദാർത്ഥവും ട്രിറ്റിയമാണ്. ബാക്കിയുള്ളവ ബീറ്റ ഗാമ എമിറ്ററുകളാണ്. അവ റേഡിയോ ആക്ടിവിറ്റി നഷ്ടപ്പെടുത്തുന്നു. ചില റേഡിയോ ന്യൂക്ലൈഡുകൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം.